ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് AW7 എന്ന AW7 വൈറ്റ് ആണ്. വൈറ്റ് ഞാൻ വെച്ചത് 27/4 വെച്ചതാണ്. ഒരു ബഡ് വന്നു, വെള്ളത്തിനടിയിൽ നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ അതിലൊരു ബഡ് വന്നു. പക്ഷേ മഴ കാരണം എല്ലാ ഇലയും ഇതുപോലെ മഞ്ഞിച്ച് അഴുകി പോകുന്നുണ്ട്. ഒരുപാട് പ്ലാന്റ് അങ്ങനെ എനിക്ക് പോകുന്നുണ്ട്. ശരിക്കും എല്ലാത്തിലും അതുപോലെ തന്നെയാണ്. കണ്ടോ, എല്ലാത്തിലും മഞ്ഞ കളർ തന്നെയാണ്. പിന്നെ ഇത് അമേരിക്ക മേലിയ എന്നുള്ള വെറൈറ്റിയാണ്. ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു ബഡ് അതും എല്ലാം അത് 21/4 വെച്ചതാണ്. അതിലും 2 ബഡ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലും ബഡ് വന്നിട്ടുണ്ട്. അതിന് കരിഞ്ഞു പോകുന്നുണ്ടോയെന്നറിയില്ല. ഈ അമരിപ്പിയോണിയിലും ഉണ്ട് ഒത്തിരി മഞ്ഞിച്ച ഇലകൾ കണ്ടോ. എല്ലാം ഇപ്പം മഴക്കാലത്തുള്ള പ്രശ്നം ഇതാണ്. ഇടയ്ക്ക് വെയിൽ കിട്ടുവാണെങ്കിൽ പ്രശ്നമില്ല. കണ്ടോ, ഇതെല്ലാം അങ്ങനെ ഇല പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബഡും കരിഞ്ഞു പോയി. പിന്നെ ഇത് നമോ എന്നുള്ള വെറൈറ്റിയാണ്. നമോയിലും ബഡ് വന്നിട്ട് നല്ലവണ്ണം വിരിഞ്ഞില്ല, അതങ്ങ് പോയി. പിന്നെ അടുത്ത ബഡും വരുന്നുണ്ട്. അതിന് കരിഞ്ഞു പോകുന്നോ അറിയില്ല. ഒത്തിരി ഇലകൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇലയേ ഇല്ല ഇപ്പം അതിനകത്ത്. പക്ഷേ ബഡ് വന്നു. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവിടെ ധ്രുവ 10/5 വെച്ചതാണ്. 10/5 വന്നു, ഒരു ബഡ് വന്നു. 10-ാം തീയതി വെച്ചതാണ്. ഒരു ബഡ് വന്നിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ലീഫ് മാത്രമേ ഉള്ളൂ, ഒരു സ്റ്റാൻഡിങ് ലീഫ് വരുന്നതേ ഉള്ളൂ. അങ്ങനെ കുറച്ച് വെറൈറ്റിയിലൊക്കെ ബഡ് വന്നിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അങ്ങ് കരിഞ്ഞും പോകുന്നുണ്ട്. മഴ കാരണമാണത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ പിങ്ക് ബൗൾ നിൽക്കുന്ന പിങ്ക് ബൗളും 10/5 വെച്ചതാണ്. ഒരു ബഡ് വന്നു. കണ്ട, ഒരു ബഡ് വന്നു. ഒരു സ്റ്റാൻഡിങ് ലീഫ് വന്നപ്പം അതിലൊരു ബഡ് വന്നിട്ടുണ്ട്. അങ്ങനെ മഴക്കാലം ആയാലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആ ഒരു വെയിൽ കിട്ടാത്തതിൻ്റെ ആ ഒരു പ്രശ്നത്തിലാണ് ഈ ഇലകളെല്ലാം ഇതായി പോകുന്നത്. അതുകൊണ്ട് പൂക്കില്ല എന്നൊന്നും ആരും പറയില്ല. പൂ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ബഡ് വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടേ അഴുകി പോകുന്ന ഇല. പക്ഷേ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത്. സ്റ്റാൻഡിങ് ലീഫ് വന്നതിനൊന്നും പ്രശ്നമില്ല. അങ്ങനെ എല്ലാത്തിനും പെട്ടെന്ന് എനിക്ക് ബഡ് വരുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഇനി റിപ്പോർട്ട് ചെയ്ത് വച്ചിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറേയൊക്കെ എല്ലാം എടുക്കാറായി. കുറേ എടുത്തു, കുറേയൊക്കെ എടുക്കാറായി. ഈ അകിലയൊക്കെ ഒത്തിരി ഫ്ലവർ തന്നായിട്ടാണ് ഈ അകില. 2 ടബിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടബിൽ ഞാൻ എടുത്തു. ഇത് അകിലയിൽ അടുത്ത വീണ്ടും ബഡ്. ഞാൻ ട്യൂബർ ഉണ്ടോയെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുമായിരുന്നു. അപ്പോൾ അകിലയിൽ അടുത്ത വീണ്ടും ബഡുകൾ തന്ന് നമുക്ക് ഇതായിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇത് അതുപോലെ തന്നെ അരുണിമ കണ്ടാൽ നമുക്ക് എടുക്കാറായെന്ന് തോന്നും. പക്ഷേ അതിലൊന്നും ട്യൂബറായിട്ടില്ല. പക്ഷേ എനിക്ക് സീഡ് ഒരു 10-20 സീഡോളം കിട്ടി. ഇനി ഇതും കൂടെ പാകമാകാനുണ്ട്. ഇത് പാകമാകുന്ന സമയത്ത് ഈ സീഡും ഞാൻ എടുത്തിട്ട് ട്യൂബറും ഞാൻ എടുത്ത് ട്യൂബർ കാണുമെന്നറിയില്ല, ഉണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യുന്നതായിരിക്കും. സീഡും ഉണ്ട്. സീഡ് ഒരു 10-20 സീഡുണ്ട്. അരുണിമയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ റെഡ് ഫിലിപ്പിലും ഒരു 6 സീഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ്. ഇലകളെല്ലാം ഒരു വല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. എല്ലാം മിക്കവാറുമൊക്കെ എനിക്ക് എടുക്കാറും ആയിട്ടുണ്ട്. ഇത് അമോർജി എന്നുള്ള വെറൈറ്റിയാണ്. അത് ഒരു ഫ്ലവറിൻ്റെതാണ് ഇത്. അത് കഴിഞ്ഞ് 2 ഫ്ലവറിൻ്റെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു ബഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു
ഇവിടെ ഒരു ബഡ് വരുന്നുണ്ട്, ഒരു ബഡ് കരിഞ്ഞു പോയി. അങ്ങനെ എല്ലാത്തിലും ബഡൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കാവേരിയാണ്. കാവേരിയിലും ദാ ഒരു ബഡ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിലും ബഡൊക്കെ ഉണ്ട്. ഈ ഐശ്വര്യയും ട്യൂബർ എടുക്കാറായി എന്ന് വിചാരിക്കും തോറും വീണ്ടും ബഡ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ദാ 2 ബഡ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ ഞാൻ എടുത്ത് സെയിൽ ചെയ്യുന്നതായിരിക്കും. ഇത് യെല്ലോ പിയോണിയാണ്. അതിലൊരു ബഡ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലും ബഡ് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.